ജമീഅ. വല്ലാത്തൊരു വാക്കാണ്. എന്താ അല്ലാഹ് വാക്കി പറയുന്നത്? അക്രമി ശിക്ഷ കാണുന്ന ദിവസം. അക്രമി ശിക്ഷ കാണുന്ന ദിവസം, അദാബ്, അവൻ ശിക്ഷയെ കാണുന്ന ദിവസം അവൻ മനസ്സിലാക്കും. അവൻ പറയും എന്ത്? അന്നൽ ഖുവത ലില്ലാഹി ജമീഅ. ഞാൻ മമ്പർന്നങ്ങളോട് തേടിയ കുട്ടിനെ കിട്ടുമെന്ന് വിശ്വസിച്ച്, മൊയ്തീൻ ഷൈനോട് തേടിയ രോഗം മാറുന്ന വിശ്വസിച്ച് ഞാനിതാ പരലോകത്തുനിന്ന് മനസ്സിലാക്കുന്നു എന്ന് ഓരോ അടിമ പറയും. നല്ല പറയാ എന്ത്? മമ്പർന്നങ്ങൾക്കും ഇള്ളാളം തങ്ങൾക്കും മൊയ്തീൻ ഷൈഖിനും ഒന്നും ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്ന കഴിവുണ്ടായിരുന്നില്ല. അന്നൽ ഖുവത ലില്ലാഹി ജമീഅ. മുഴുവൻ കഴിവും ശക്തിയും അള്ളാഹ്ക്കും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് അവർ മനസ്സിലാക്കുന്നു. ഇനി ആയത്ത് ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ മൊയ്തീൻ ഷൈഖിനെ സ്നേഹിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? മൊയ്തീൻ ഷൈഖ് കുട്ടികളെ തരും, പ്രാർത്ഥന കേൾക്കും, ഇസ്തിഗ്ഫാർ സ്വീകരിക്കും എന്നൊക്കെ വിശ്വസിച്ചപ്പോ ആ വിശ്വാസമായിട്ട് പരലോകത്തെ എന്ന അള്ളാഹ് പറയണെന്തറിയോ? ഓൻ മുഅ്മിനാണ് എന്നല്ല, ഓൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ് എന്നല്ല, ഓൻ പിഴച്ചോനാണ്, നരകാവാസിയാണ് അള്ളാഹ് പറയാ, പടച്ചോൻ പറയാ. എന്നിട്ടും നേരം എടുത്തില്ലേ? ഇവിടെ ആയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ മൊയ്തീൻ ഷൈഖിനെ സ്നേഹിക്കുക. എന്നാൽ നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ അതല്ല. അള്ളാഹ് താഴെ, മൊയ്തീൻ ഷൈഖ് മേലെ. അപ്പൊ പിന്നെ ശിർക്കിന്റെയും മേലെ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ എങ്കിൽ അങ്ങോട്ട് ഉയർന്ന് എല്ലാ അർത്ഥത്തിലുമുള്ള വാലിമായവൻ മാറി. എല്ലാ അർത്ഥത്തിലുമുള്ള വാലിം. എങ്ങനെ? അള്ളാഹിനെ പോലെ സ്നേഹിക്കുമെന്ന് തന്നെ ശിർക്കായി. അള്ളാഹിന്റെ മേലേക്ക് സ്നേഹം പോയാലോ? അള്ളാഹിനേക്കാൾ നബീനൊരുത്തൻ സ്നേഹിച്ചാലോ ഓനെ പിന്നെ മുശ്രിക്കുമല്ല, അതിന്റെ അപ്പുറത്ത് വേറെ ഇസ്ലാമിലെ എല്ലാ തിന്മകളും കൂടി കൂടിയ ഒരാളാവോ അയാൾ? പഠിച്ചോളി. ഇതാണ്. അപ്പോ സ്നേഹത്തിന് അതിരില്ലേ? ഉണ്ട്. എനിക്ക് കേട്ടോ, സ്നേഹത്തിന് അതിരുണ്ടോ ലോകത്ത്? ഒരു യുവാവ് ഉമ്മാനെ കിടപ്പറയിലേക്ക് നയിക്കുക. ശ്രദ്ധിക്കണം, പഠിപ്പിക്കാനാണ് ഈ ഉദാഹരണം പറയുന്നത്. ശ്രദ്ധിക്കണം, തോന്നിയാസം പറയാന്ന് വിചാരിക്കരുത്. ഉമ്മാനെ ഭാര്യനോട് തോന്നുന്ന അതേ ഇഷ്ടം, ഭാര്യ പ്രസവിച്ചു പോയ ആ കാലത്ത് ഉമ്മയായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു മകന് തോന്നുക. എന്നിട്ട് മകൻ പറയണെന്ത്? എനിക്ക് എന്റെ ഭാര്യനോട് എന്തൊക്കെ വികാരവും ഇഷ്ടവുമാണോ തോന്നുന്നത്, അതൊക്കെ എനിക്ക് എന്റെ അമ്മാനോട് തോന്നുന്നു. മആദല്ലാഹ്. ആ സ്നേഹത്തിന് എന്താ പറയാ? കാന്തപുരം പറയണം. എന്താ പറയാ ആ സ്നേഹത്തിന്? ആ സ്നേഹം അനിസ്ലാമികമാണ്, ജാഹിലിയത്താണ്, ഹറാമാണ്, തല്ലുകൊള്ളിത്തരമാണ്, തോന്നിയാസം. അല്ലേ? സ്വന്തം മകളോട്, പ്രായപൂർത്തിയെത്തിയ 17 വയസ്സുള്ള മോളോട് ഓളെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നൊരു തോന്നുക, ഓളോടൊരു പ്രേമം ഒരു വാപ്പാക്ക് ഇസ്ലാം അംഗീകരിക്കൂല്ലേ? സ്നേഹത്തിന് അതിരില്ലാന്നോ? കോമൺ സെൻസ് ഉള്ള പറയില്ലത്. സ്നേഹത്തിന് അതിരുണ്ടോ ഇല്ലേ എന്ന് കോമൺ സെൻസ് ഉള്ള. ഇനി അള്ളാന്റെ റസൂലിനേക്കാൾ ഒരാള് ഒരു നഫ്സിനെ ഇഷ്ടപ്പെടുക. ഫോർ എക്സാമ്പിൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കേട്ടോ, സഹിയായ പരമ്പരയോട് ഉദ്ധരിച്ച ഹദീസുകളാ, വായിച്ചു പഠിച്ചാളാ, സഹീഹ് മുസ്ലിം കാണാം. എന്ത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു വന്നിട്ട് പറയാ, നബിയേ, എനിക്ക് ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം എനിക്ക് അങ്ങയോടാണ്. ശ്രദ്ധിച്ചോട്ടോ, ഇഷ്ടമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. എനിക്ക് ഞാൻ കഴിഞ്ഞാൽ, എന്റെ നഫ്സ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയോടാണ്. മുഹമ്മദ് നബി പറഞ്ഞോ, തരക്കടല്ലോ ഉമറേ, നീയല്ലേ, കുഴപ്പമൊന്നുമില്ല, വിശ്വാസിയാണ? നീ വിശ്വാസിയായിട്ടില്ല. നീ വിശ്വാസിയായിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അനസ് റളിയല്ലാഹു പറയാൻ, ലാ യുഅ്മിനു അഹദുക്കും അബദൻ. ഒരടിമയും മുഅ്മിനാവുകയില്ല. വഫി റിവായത്തിൽ, മറ്റൊരു റിവായത്തിൽ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നസി അജ്മഈൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാട്ടോ, ഒരു സ്ഥലത്ത് മാലിക് എന്ന റിപ്പോർട്ടാണ് ഉള്ളത്, സഹീഹ് മുസ്ലിം. എന്താ പറയുന്നത്? ഒരാൾക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ടവനാകണം സ്വന്തത്തെക്കാൾ, മാതാപിതാക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ, സമ്പത്തിനേക്കാൾ, വന്നസി അജ്മഈൻ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ അല്ലാഹുവിന്റെ റസൂൽ ആകുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവൂല. ബാപ്പ പറയാ, ഇപ്പം നിസ്കരിക്കാൻ പോണ്ട. റസൂല് പറയാ, ജമാഅത്തായിട്ട് നിസ്കരിക്കുകയും. അല്ലെ? ഇത് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഹുബ്ബുർ റസൂൽ പറയുന്ന ആളുകളുടെ അവസ്ഥയും യഥാർത്ഥത്തിലെ റസൂലിനെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥയും രണ്ടും രണ്ടാണ്. നിങ്ങൾ ചോദിക്കും, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ,
മരിക്കാൻ നേരം. പോയിന്റാണ്, ശ്രദ്ധിക്കണം, അടിവരയിടണം. ഇന്ന് ഓർത്തിട്ട് കരയണം, കിടന്ന് ഉറങ്ങരുത്. ശുഐബ് റൂമിയെ പോലെ, പ്രഗത്ഭനായ ശുഐബ് റൂമിയെ പോലെ, ഭക്തനായ ശുഐബ് റൂമിയെ പോലെ ഉറങ്ങാതെ വലത്തോട്ട് എടുത്തോട്ട് ചരിഞ്ഞിങ്ങനെ കിടക്കുക, പിന്നെ എണീറ്റിങ്ങനെ ഇരിക്കുക, പിന്നെ ഇങ്ങനെ നടക്കുക. ഭാര്യ ചോദിച്ചേ, അങ്ങൊന്ന് ഉറങ്ങുന്നില്ലേ, എന്തായി എന്ന് ചോദിച്ചു. നരകത്തെ കുറിച്ച് ഓർത്തിട്ട് ഉറങ്ങാൻ കഴിയണില്ല, സ്വർഗം നഷ്ടപ്പെടുമെന്ന് ഓർത്തിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. ശുഐബ് റൂമി ഈ പിന്നെ എലൈറ്റിൽ വട്ടോളി എന്ന് പ്രസംഗം കേൾക്കുന്നവരെ, ആ ഒരു ഈമാനിലേക്ക് നമ്മൾ ഉയരണം. കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോ 3 സുപ്രധാനമായ കാര്യങ്ങളിൽ ഏറ്റവും അവസാനമായി നബി ഓർമ്മപ്പെടുത്തിയ 3 കാര്യങ്ങളിൽ ഒന്നെന്താണെന്നറിയോ? അസ്സലാത്ത്. അസ്സലാത്ത്, നമസ്കാരത്തിന്റെ കാര്യം മറക്കരുത് കേട്ടോ. നമസ്കാരത്തിന്റെ കാര്യം മറക്കരുത് കേട്ടോ. ഓർക്കണം, നമസ്കാരത്തിന്റെ കാര്യം. നിങ്ങൾക്കറിയില്ലേ, റസൂലുള്ള ബോധം കെടുക, ഇടക്കിടക്ക് ബോധം കെടുക. ബോധം വരുമ്പോ ചോദിക്കൂ, ആയിഷ കേൾക്കണേ, ഒരു ബാപ്പാനെ മകൻ സ്നേഹിക്കുകയാണെങ്കിൽ ബാപ്പാന്റെ അവസാന നിമിഷം പ്രത്യേകമായിരിക്കും. ബാപ്പാന്റെ വസിയത്ത് ഗൗരവമായിരിക്കും. എന്റെ ബാപ്പ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞതാ, ഹമീദ് കാ നിങ്ങൾക്ക് ഈ 5 സെന്റ് എഴുതി തരാൻ, ഞാനിതാ എഴുതി തരിക, ഇതിന്റെ വാപ്പാന്റെ വസിയത്താ, ഇതെനിക്ക് എന്റെ വാപ്പാനോടുള്ള ഇഷ്ട. എന്റെ വാപ്പ പറഞ്ഞിട്ടുണ്ട്, സുബൈ ജമാഅത്ത് മുടക്കരുത് മോനെ, അത് തെറ്റാണ് മോനെ, നരകത്തിന് കാരണമാകും മോനെ എന്ന് ബാപ്പ പഠിപ്പിച്ച ലുക്മാനുൽ ഹക്കീം ഒരു നബിയായിരുന്നില്ല, ഉപദേശിച്ചു, മകൻ കേട്ടു, അല്ലാഹു അത് പറഞ്ഞു. അതാണ് ഇത്തിബാ എന്ന് വിശുദ്ധ ഖുർആൻ മനുഷ്യരെ പഠിപ്പിച്ചു. 31-ാം അധ്യായം 12 to 19 വരെയുള്ള വചനം ചിന്തിക്കണം, പഠിക്കണം. റസൂലുള്ളാഹി പറയാ, ആയിഷ ആയിഷ അവർ നിസ്കരിച്ചോ? ആയിഷ, ഇല്ല നബിയെ, അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ആരായത്? നബിയെ സ്നേഹിച്ചവർ, അവർ കാത്തിരിക്കുകയാണ് റസൂലുള്ളാഹിന്റെ ഇമാമത്തിന്. എന്നിട്ട് വീണ്ടും റസൂലുള്ളാഹിക്ക് ബോധക്ഷയം വരുന്നു, റസൂലുള്ളാഹിക്ക് വീണ്ടും ബോധം വരുന്നു. ചോദിക്കുന്നു, ആയിഷ അവര് നിസ്കരിച്ചോ? ആയിഷ, ഇല്ല നബിയെ, ഇല്ല നബിയെ, നിങ്ങളെ കാത്തിരിക്കുകയാണ് നബിയെ. ആയിഷ, വെള്ളം കൊണ്ടുവാ ആയിഷ, വുളൂ ചെയ്യട്ടെ ആയിഷ. വീണ്ടും റസൂൽ ചോദിക്കുന്നു, ആയിഷ അവർ നിസ്കരിച്ചോ? വീണ്ടും റസൂൽ ബോധം കെടുന്നു, വീണ്ടും റസൂലിന് ബോധമുണ്ടാകുന്നു. ആയിഷ, അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ ആയിഷ, അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പല തടസ്സങ്ങളും പറയുന്നു. റസൂൽ നിങ്ങൾ യൂസുഫ് നബിയുടെ സ്ത്രീകളെ പോലെയാണ് എന്ന് റസൂൽ പറയുന്നു. ഈ സന്ദർഭമൊക്കെ സഹിഹായ പരമ്പരകളിലുണ്ട്. അവസാനം ഫദ്ൽ ഇബ്നു അബ്ബാസിന്റെയും അലി ഇബ്നു അബീ ത്വാലിബിന്റെയും ചുമലിൽ, ഷോൾഡറിൽ, പ്രിയപ്പെട്ടവരെ, ഏത് ഔലിയാക്കൾക്ക് 40 തടി ഉണ്ടെന്ന ജീവിതത്തിൽ ഒറ്റ തടിയുള്ള മുത്തുനബി 2 സഹാബികളുടെ ചുമലിൽ ഇങ്ങനെ തൂങ്ങിയിട്ട് കാല് ഭൂമിയിൽ ഉറപ്പിച്ച് നിർത്താൻ കഴിയാതെ, അതാ മനുഷ്യരെ സ്നേഹം, കാല് ഭൂമിയിൽ ഉറപ്പിച്ച് നിർത്താൻ കഴിയാതെ വലിച്ചു നബീന്റെ കാല് ഭൂമിയിൽ നിൽക്കണില്ല, എന്നിട്ട് പെരുവിരൽ മരുഭൂമിയിലൂടെ ഇങ്ങനെ വലിച്ചേച്ച് മദീനത്തെ പള്ളിയുടെ മിറാബിന്റെ തൊട്ടടുത്ത് പോയിരുന്ന് നിസ്കരിച്ച മുത്തുനബിയോടുള്ള സ്നേഹം നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് എന്ന് പരസ്യമായിട്ട് കിതാബ് എഴുതിയ മനുഷ്യരെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തിരക്കട്ടോളി. എന്താ പറയുന്നതെന്നറിയോ? നിങ്ങൾക്കറിയോ മുജാഹിദുകൾ എന്തിനാ വിമർശിക്കുന്നതെന്നറിയോ? നിങ്ങൾക്ക് ഞങ്ങൾ എന്താ നിങ്ങളോട് പറയുന്നതെന്നറിയോ? നബീനെ സ്നേഹിക്കണം എന്നുള്ളതില് എതിരഭിപ്രായം ആർക്കാണുള്ളത്? എങ്ങനെ സ്നേഹിക്കണം, അതാ വിഷയം. നിങ്ങൾ പറയുന്നതെന്തറിയോ? ഫർളിസ്കാരം ഉപേക്ഷിച്ചോ? കുഴപ്പമില്ല, ഞാനിത് വെറുതെ പറയല്ല. സമസ്തയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ദുർവ്യാഖ്യാനത്തിൽ നാഷണൽ അവാർഡ് കൊടുക്കുമെങ്കിൽ ഒരു 10,000 തവണ കിട്ടാൻ സാധ്യതയുള്ള ഒരു മുസ്ലിയാരുണ്ട്. അംസക്കോയ ബാക്കവി മുന്നിയൂർ എന്നാ മൂപ്പരെ പേര്. അംസക്കോയ ബാക്കവി മുന്നിയൂർ. മൂപ്പര് പറയുന്നറിയോ? മൗലിദ് കഴിച്ചാൽ മതി, നിസ്കരിക്കണ്ട, നോമ്പ് വിൽക്കണ്ട, എന്നാലും സ്വർഗം കിട്ടും. നിങ്ങൾ മനസ്സിലാക്കണം, മുജാഹിദുകൾ എന്തിനെ എതിർക്കുന്നത്? നിസ്കരിക്കണ്ട. എന്നിട്ട് അയാൾ പറയണെന്തറിയോ? ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ഹദീസ് അങ്ങനെയാ മനസ്സിലാകുക. നിസ്കരിച്ചിട്ടില്ലെങ്കിലും നോമ്പ് വിട്ടിട്ടില്ലെങ്കിലും നബീന്റെ ജന്മദിനം കൊണ്ടാടിയ സ്വർഗം കിട്ടും. നിങ്ങൾ പറയണം, ഇത് കേൾക്കുന്ന ഈ നാട്ടിലെ EKAP സുന്നികൾ ഉൾപ്പെടെയുള്ള മനുഷ്യരെ നിങ്ങൾ പറയണം, അതൊന്നും ഉണ്ടാവൂല.
അംസക്കോയ ബാക്കവി മുന്നിയൂർ സുന്നത്ത് ജമാഅത്ത് ഹദീസിൽ സുന്നത്ത് ജമാഅത്ത് ഖുർആനിൽ എന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ മൂപ്പര് പറയാ 40 ആയത്തുണ്ട് അത്രേ നബിദിനത്തിന്. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്, കേട്ടോട്ടോ. സുന്നത്ത് ജമാഅത്ത് ഹദീസിൽ ഇനി കേട്ടോളിട്ടോ, മൂപ്പര് ഉദ്ധരിക്കാൻ അദ്ദേഹത്തിന്റെ പുസ്തകം 246 247 പേജ്. മുസ്ലിങ്ങളൊന്നും മനസ്സിലാക്കണം, ഇതൊക്കെ കേട്ടിട്ടും നേരം എടുക്കണില്ലെങ്കിലേ ഹുബ്ബുർ റസൂല് പറഞ്ഞിങ്ങനെ ഇരുന്നോളി, നരകത്തിൽ അങ്ങോട്ട് പോകും കേട്ടോ. നമസ്കരിക്കാത്തവനും നോമ്പനുഷ്ഠിക്കാത്തവനും മൗലിദ് ഓതിയാൽ അതിനുള്ള പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. എന്നിട്ട് അതിന് തെളിവ് ധരിക്കാട്ടോ, ഹദീസുകളിൽ നിന്ന് തെളിവ് ധരിക്ക. കേട്ടോളി, എന്താ തെളിവ് കേട്ടോളി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, സുന്നത്ത് ജമാഅത്ത് ഹദീസിൽ നിന്നാണല്ലോ, അതുകൊണ്ട് മൂപ്പരെ ഹദീസ് ഉദ്ധരിക്കാൻ. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അന്ത്യദിനം എന്നാണെന്ന് ചോദിച്ചു. നീ അന്നത്തേക്ക് എന്തൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് നബി ചോദിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനോടും നബിയോടുമുള്ള സ്നേഹത്തെ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീ സ്നേഹിക്കുന്നവരുടെ കൂടെയാണ് എന്ന് മറുപടി പറഞ്ഞു. എനിക്ക് കേട്ടോളിട്ടോ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, നീ സ്നേഹിക്കുന്നവരുടെ കൂടെയാണ് എന്ന പ്രവാചകന്റെ വാക്കിനേക്കാൾ സന്തോഷകരമായ കാര്യം ഇസ്ലാമിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും എന്നിവരെയും സ്നേഹിക്കുന്നു. അവരോടുള്ള സ്നേഹം കാരണം അവരോടൊപ്പമാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ പോലെ ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും സഹീഹ് മുസ്ലിം 2ാം വോളിയം 332, സഹീഹ് ബുഖാരി 2ാം വോളിയം 521. എന്നിട്ട് മൂപ്പര് ഈ ഹദീസിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്, അഥവാ ഈ ഒരു ഹദീസ് സഹീഹ് മുസ്ലിം എന്ന് വായിക്കുന്നവൻ എന്ത് ഉൾക്കൊള്ളണോ അത് മൂപ്പര് പറയാട്ടോ. സഹീഹ് മുസ്ലിമിലെ സഹീഹ് ബുഖാരിയിലെ ഈ ഹദീസ് വായിച്ചാൽ പിന്നെ നിങ്ങൾ എന്ത് ഉൾക്കൊള്ളണം കേട്ടോളി. അതാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഈ ഹദീസിൽ നിന്ന് നിസ്കാരവും മറ്റും നിർവഹിക്കാത്തവൻ നബിയെ സ്നേഹിച്ച് മൗലിദ് പാരായണം നടത്തിയാൽ രക്ഷപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാവുക. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും കേട്ടിട്ട് ഇളകിയില്ലേ എന്നാ എന്തോ തകരാറ് ഗൗരവമായിട്ട് മുസ്ലിങ്ങൾക്ക് ഉണ്ട്, ഭയങ്കര ഗുരുതരമായിട്ട്. എന്ത്? ഈ ഹദീസിൽ നിന്ന് നിസ്കാരവും മറ്റും എന്ന് പറഞ്ഞാൽ നിസ്കാരവും നോമ്പും ഒന്നുമില്ലെങ്കിലും എന്താവും, മൗലിദ് ഓതിയാൽ രക്ഷപ്പെടും എന്നാണ് മനസ്സിലാകുന്നത് എന്ന് തന്നെയാണ്. എന്നാണ് എന്നുമല്ല, അപ്പൊ സാധ്യതക്ക് വകുപ്പുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുക. എങ്ങനെ ഈ ഹദീസിൽ നിന്ന് എന്ത് മനസ്സിലാവും? നിസ്കാരവും നോമ്പുമില്ലെങ്കിലും മൗലിദ് ഓതിയാൽ രക്ഷപ്പെടും. രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ കള്ളന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്ന, പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്ന, ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്ന, നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക്. ആർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നു, അതാണ് വിജയം. അത് കിട്ടും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് നിങ്ങൾക്ക് എത്ര ഗൗരവമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പരലോകത്ത് എനിക്ക് കേട്ടോളി, ഇസ്ലാം എന്താ പറയുന്നതെന്നും അംസക്കോ ഇയാൾ നിസ്കരിക്കലുണ്ടോ എന്ന് ഈ നാട്ടുകാർ പരിശോധിക്കേണ്ട. കാരണം ഇങ്ങനത്തെ ഹദീസ് ഉദ്ധരിച്ച ഇയാൾ ഇതിൽ നിന്ന് മനസ്സിലായതനുസരിച്ച് ജീവിക്കണമല്ലോ, അല്ലെ? ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് അതിൽ നിന്ന് മനസ്സിലാകുന്ന എന്താ? നിസ്കാരവും നോമ്പും വേണ്ട, നബീനോട് സ്നേഹം ഉണ്ടായത് സ്വർഗത്ത് പോകുന്നു. പിന്നെ വെറുതെ മനുഷ്യ ഈ തണുപ്പത്ത്, പ്രത്യേകിച്ച് കാലത്ത് ഒതുവൊക്കെ എടുത്ത് വെറുതെ പോണോ? ഇയാളൊക്കെ നിസ്കരിക്കുന്നുണ്ടോ എന്ന് കൂടി നോക്കിക്കോളി. അതുകൊണ്ട് ആ വലിയ വാദപ്രതിവാദ വീരനെ ഒരു പള്ളിയിൽ നിന്ന് പുറത്താക്കി. പേര് ഞാൻ ഇപ്പൊ പറയില്ല, അതിന്റെ ആവശ്യമില്ല. കാരണം ഇന്ന് നേതാക്കന്മാർ എഴുതിയ വായിച്ചിട്ടല്ലേ ചോട്ടാ മുസ്ലിയാക്കന്മാർ ജീവിക്കണേ, അതുകൊണ്ട് അതൊക്കെ ഉണ്ടാവും. എനിക്ക് കേട്ടോളിട്ടോ, എനിക്ക് അത്ഭുതം തോന്നുന്നു ഇയാൾ ഈ ഹദീസ് എന്നെ തെരഞ്ഞെടുത്തത് നന്നായി. കാരണം ഈ ഹദീസ് ഉദ്ധരിച്ച അനസ് ഇബ്നു മാലിക് ആരാ നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഹദീസ് സഹാബികൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ 2 പോയിന്റ് നിങ്ങളോട് പറയാണ്. കുറച്ചൊക്കെ തിരിയുന്ന മുസ്ലിയാക്കന്മാർ പരിസരത്ത് എവിടെങ്കിലും ഒക്കെ ഉണ്ടാകുമല്ലോ, പാളിയും ഒതുങ്ങിയും ഒക്കെ. നിങ്ങൾ ഒന്ന് ഓർത്തിട്ടുണ്ടോ ഇതെന്താ പറഞ്ഞേന്ന്? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഹദീസ് സഹീഹ്
സഹീഹ് മുസ്ലിമിലുള്ള അല്ലേ? ഈ ഹദീസ് കണ്ട ഏതെങ്കിലും ഒരു സഹാബി നബീനോട് സ്നേഹം വെക്കുകയും നമസ്കരിക്കാതിരിക്കുകയും ചെയ്തു, നിങ്ങൾ തെളിയിക്കും. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് നിങ്ങൾ തെളിവ് ധരിക്കേണ്ട എന്താ? അനസ് ഇബ്നു മാലിക് നിസ്കരിച്ചില്ല, അനസ് ഇബ്നു മാലിക് റമദാനിൽ നോമ്പ് പോയിട്ടില്ല, നബീനെ സ്നേഹിച്ചു, സ്വർഗത്ത് പോയി, നിങ്ങൾ തെളിവ് പറയണം. നിങ്ങളെ തൊള്ളത്താളം ഞങ്ങൾക്ക് തെളിവല്ല, അത് നിങ്ങളെ ആളുകൾക്ക് തെളിവാ, ഞങ്ങൾക്ക് തൊള്ളത്താളം തെളിവല്ല. കൊണ്ടുവാ തെളിവ്, കൊണ്ടുവാ തെളിവ്. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ 2-ാം അധ്യായം 111-ാമത്തെ വചനം അല്ലേ? നിങ്ങൾ ആലോചിച്ചോളി, ആരാ അനസ് ഇബ്നു മാലിക്? ഈ ഹദീസ് ഉദ്ധരിച്ച സഹീഹ് മുസ്ലിം, ഈ ഹദീസ് ഉദ്ധരിച്ച മഹാന്മാർ ലോകത്ത്, ആ പോയിന്റ് ഞാൻ അങ്ങനെ തന്നെ പറയാം. അംസക്കോയ ബാക്കവി മുന്നിയൂർ ഈ ഹദീസിന് ഇങ്ങനെ വ്യാഖ്യാനിച്ചതല്ലാതെ ലോകത്ത് ഈ ഹദീസ് പഠിച്ച ഒരൊറ്റ മുസ്ലിമും ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ല. ഇങ്ങനെ വ്യാഖ്യാനിച്ചു. അതാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങളത് വെറും ഒരു വാദമാണ്, പുത്തനല്ല, പുതുപുത്തൻ കേട്ടോ, പുതുപുത്തൻ വാദാങ്ങളത്. നേരെ മറിച്ച് ഈ ഹദീസ് പഠിച്ച ഒരു സഹാബി നിസ്കരിക്കാതിരുന്നു നിങ്ങൾ പറ. ഈ ഹദീസ് എന്ന് മനസ്സിലാകുന്നത് എന്താണ്? നിസ്കാരവും നോമ്പും ഇല്ലെങ്കിലും നബി സ്നേഹന്റെ സ്വർഗത്ത് പോകും.